ആദ്യമേ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ടെംപ്ലേറ്റ്സിന്റെ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ACAD ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 2D വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് 3D വർക്ക് സ്പേസ് ആണ് ആവശ്യം. അതിന്റെ പേരിൽ ഈ സ്റ്റാറ്റസ് ബാറിലെ വർക്ക് സ്പേസ് സ്വിച്ചിങ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഈ അൺസേവ്ഡ് വ്യൂയിൽ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ ഗ്രിഡ് നമുക്ക് ഒഴിവാക്കാം, ഓർത്തോ ഓൺ ചെയ്യാം. ഇനി UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റാൻ UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് UCSലാണ്. അപ്പൊ ഈ വേർഡിൽ ചെന്ന് ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ഇനി ആദ്യം നാം 64 യൂണിറ്റും 96 യൂണിറ്റുമുള്ള 2 ലൈനുകൾ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. '64 64 യൂണിറ്റും 96 യൂണിറ്റും. ഇനി 16 യൂണിറ്റിലേക്ക് ഒരു ലൈൻ എടുക്കാം. എന്റർ എന്റർ. ഇനി ഈ ഭാഗത്തും 16 യൂണിറ്റിലെ ലൈൻ വെക്കണം. ലൈൻ കമാൻഡ് എടുക്കുക. 16 എന്റർ എന്റർ. ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗം, ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന ഈ ഭാഗം ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാതെ പോയിന്റ് ചെയ്യുക. ട്രാക്ക് ചെയ്യുന്നു. ഇങ്ങനെ ട്രാക്ക് ചെയ്യാം. ഇവിടെയും ട്രാക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ട്രാക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. ക്ലിക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റിലേക്ക് യോജിപ്പിക്കുക. എൻറ്റർ ചെയ്യുക. ലൈൻ കമാൻഡ് എടുത്ത് ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് യോജിപ്പിക്കുക. ഇനി ഈ 40 യൂണിറ്റിലേക്ക് 28, 24 + 8 + 8 40 യൂണിറ്റിലേക്ക് ഒരു ലൈൻ ഇങ്ങോട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 28 യൂണിറ്റിന്റെ ഒരു ലൈൻ വയ്ക്കണം. അപ്പൊ ട്രാക്കിംഗ് ഇനിയും എടുക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്യുക. 40 എന്റർ. ഇനി 28 യൂണിറ്റിലേക്ക് ലൈൻ വരക്കാം. 28 എന്റർ. ഇനി നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് മുട്ടിക്കുക. ഈ മിഡ് പോയിന്റിലേക്ക് മുട്ടിക്കരുത്, പെർപെൻഡിക്കുലറിലേക്ക് മുട്ടിക്കണം. ഇവിടെ മിഡ് പോയിന്റ് വന്നു, പക്ഷെ ഇവിടെ നേരെ പോയി പെർപെൻഡിക്കുലറിലേക്ക് മുട്ടിക്കുക. എൻറ്റർ ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള ഒരു ലൈൻ വരക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് എൻറ്റർ ചെയ്യുക. ഇനി ഇതിന് നടുവിലായി മിഡ് പോയിന്റിലായി നമുക്ക് 24 യൂണിറ്റ് ഡയമീറ്ററുള്ള ഒരു സർക്കിൾ വരക്കാം. സർക്കിൾ കമാൻഡ് എടുക്കുക. സെന്റർ ഡയമീറ്റർ എടുക്കുക. 24 യൂണിറ്റ്. ഇതിന്റെ മിഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. 24 എന്റർ. ഇനി ട്രിം ചെയ്യാം. നമുക്ക് ഈ ഭാഗം ട്രിം ചെയ്ത് വേണം. അപ്പൊ TR, ട്രിമിന്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എന്റർ എന്റർ. ഇനി ഈ ഭാഗം മുഴുവനായിട്ട് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്ക്
പ്രസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇത് പ്രസ് ചെയ്യാം. ഇത് 64 യൂണിറ്റിലേക്കാണ് ഈ ഭാഗം പ്രസ് ചെയ്യേണ്ടത്, ഈ ഭാഗം. അപ്പൊ 64 പ്രസ് കമാൻഡ് എടുക്കുക, ഇതിനകത്ത് സെലക്ട് ചെയ്യുക 64 എന്റർ. ഈ 2D വയർ സമയം നമുക്ക് ഷെയ്ഡ് എഡ്ജസിലേക്ക് ആക്കാം. ഇനി ഇതാണ് നമുക്ക് ആദ്യം പ്രസ് ചെയ്യേണ്ടത്. അത് എത്രയാണെന്ന് നോക്കാം. ഈ ഭാഗം പ്രസ് ചെയ്യുക, പ്രസ് കമാൻഡ് എടുക്കുക. ഇത് സെലക്ട് ചെയ്യപ്പെടുന്നില്ല, കാരണം ഇവിടെ ഈ സ്നാപ്പ് ഫീച്ചേഴ്സ് ഓൺ ആണ്. അത് ഓഫ് ആക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. അപ്പൊ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഭാഗം 22 യൂണിറ്റ്, 64 യൂണിറ്റ് മൈനസ് 22, അപ്പൊ 42 യൂണിറ്റ് ആയിരിക്കും. ഇത് 42 യൂണിറ്റിലാണ് ഇത് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. 42 എന്റർ. ഇനി ഇത് പ്രസ് ചെയ്യാം. ഈ ഭാഗം അത് 12 യൂണിറ്റിലേക്കാണ്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുക, 12 എന്റർ. ഇനി ഇതെല്ലാം നമുക്ക് മൂവ് ചെയ്യാം. ഇത് എത്രയാണ് മൂവ് ചെയ്യേണ്ടത്? ഇത് ഇവിടെ നിന്ന് 22 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം ആദ്യം. അപ്പൊ മൂവ് കമാൻഡ് എടുക്കുക. എം ആണ് ഷോർട്ട് കട്ട്, എം എന്റർ. ഈ ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്റർ ചെയ്യുക, എവിടെയെങ്കിലും സെലക്ട് ചെയ്യുക, 22 എന്റർ. ഇനി ഇത് മൂവ് ചെയ്യുക. ഇത് ഈ എൻഡ് പോയിന്റിൽ നിന്നാണ് ഇതിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്താൽ മതി. അപ്പോൾ മൂവ് കമാൻഡ് എടുക്കുക, എം എന്റർ. സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് എല്ലാം ഇനി ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ലൈൻസ് 2D ലൈൻസ്. അതിനുവേണ്ടി ഷെയ്ഡ് പോയി കഴിഞ്ഞിട്ട് 2D വയർ ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി ഡിലീറ്റ് ചെയ്താൽ മതിയാവും. ഇനി നേരിട്ട് നമുക്ക് ഷെയ്ഡ് എഡ്ജസിലേക്ക് പോകാം. ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെന്ന് അൺനെയിമിലേക്ക് പോയി ടോപ്പ് യൂസ് ആക്കാം. ടോപ്പ് സെലക്ട് ചെയ്യുക. ഇനി അവിടെ ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ഈ എഡ്ജിൽ നിന്ന് 16 യൂണിറ്റ് ഇപ്പോഴത്തേക്ക് മാറിയാണ് ഇതിന്റെ ഒരു ലൈൻ എഡ്ജ്. അപ്പൊ ഇത് ഈ എഡ്ജ് 16 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പൊ കോപ്പി എഡ്ജസ് നമുക്ക് എടുക്കാം. ഇവിടെ എക്സ്ട്രാക്ട് എഡ്ജസ് ഉണ്ട്. അതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എഡ്ജസ് എന്ന് പറയുന്ന കമാൻഡ് കിട്ടും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. 16 യൂണിറ്റ് ഈ എഡ്ജ് കോപ്പി ചെയ്യാനാണ്. ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്റ്റഡ് ആവുന്നില്ല, കാരണം ഇതിന് മുകളിൽ നാം നേരത്തെ സൃഷ്ടിച്ച ഈ 2D ലൈൻസ് കിടപ്പുണ്ട്. അപ്പൊ 2D ലൈൻസിന്റെ അടിയിലാണ് ഈ ഓബ്ജക്റ്റ് കിടക്കുന്നത്. അതിന്റെ പേരിൽ സെലക്റ്റഡ് ആവില്ല. അപ്പൊ ഈ 2D ലൈൻസ് നമുക്ക് എറേസ് ചെയ്ത് കളയണം. അപ്പൊ എറേസ് കമാൻഡ് എടുക്കാം. ഈ ആണ് ഷോർട്ട് കട്ട്. ഈ എന്റർ. ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എറേസ് ചെയ്യാതിരിക്കേണ്ടത് ഈ ഓബ്ജക്റ്റുകൾ മുഴുവൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇത് എന്റർ ചെയ്യുക. അപ്പൊ ഈ 2D ലൈൻസ് എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കോപ്പി എഡ്ജസ് കമാൻഡ് എടുക്കുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക. എന്റർ ചെയ്യുക.
16 ഇവിടെ ക്ലിക്ക് ചെയ്യുക. 16 എന്റർ. ഇനി കോപ്പി എടുക്കാം. ഈ എഡ്ജ് തന്നെ സെലക്ട് ചെയ്യുക. ഇനി 32 16 + 16 ഇവിടെ എൻട്രി ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. 32 എന്റർ. ഇനി കോപ്പി ചെയ്യുക. ഇത് 20 മിനിറ്റിലേക്ക് ഇങ്ങോട്ട് ഈ എഡ്ജ് നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പൊ ഇനി കോപ്പി എടുക്കുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക. ബ്രേക്ക് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും വെക്കുക. 20 എന്റർ. 20 എന്റർ. ഇനി എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ എടുക്കാം. 2 പോയിന്റ് സർക്കിൾ എടുത്താൽ മതിയാവും. അപ്പോൾ 2 പോയിന്റ് സർക്കിൾ എടുക്കുക. സർക്കിൾ കമാൻഡിൽ പോയി കഴിഞ്ഞിട്ട് 2 പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു പോയിന്റ് ഇവിടെയും നെക്സ്റ്റ് പോയിന്റ് ഇവിടെയും കൊടുക്കുക. ഇനി നമുക്ക് ട്രിം ചെയ്ത് കളയുക. സർക്കിളിന്റെ ഈ അടിയിലെ ഭാഗം ട്രിം ചെയ്ത് കളയുക. അപ്പൊ ട്രിമിന്റെ കമാൻഡ് ഇടുക. TR എന്റർ എന്റർ. TR ആണ് ഷോർട്ട്കട്ട്. ട്രിം ചെയ്യാം. എസ്കേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈനും ഇതുപോലെ തന്നെ 2D വയർഫ്രെയിമിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഷെയ്ഡ് വിഡ്ജറ്റ് അഡ്ജസ്റ്റിൽ നിന്ന് 2D വയർഫ്രെയിമിലേക്ക് പോവുക. ഈ ലൈൻ എടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ഇനി നേരിട്ട് ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റിലേക്ക് പോകാം. ഇനി നമുക്ക് പ്രസ് പുൾ ചെയ്യാം. ഈ ഭാഗം പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഈ ഭാഗം, ഈ എഡ്ജ് നമുക്ക് ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് ചെയ്യേണ്ടത് 48 യൂണിറ്റ് റേഡിയസിലാണ് നമുക്ക് ഫില്ലറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. F എന്റർ. റേഡിയസ് എടുക്കുക. അതിന് R ആദ്യം ടൈപ്പ് ചെയ്യുക. R എന്റർ. 48 48 എന്റർ. ഇനി ഈ എഡ്ജ് സെലക്ട് ചെയ്യുക. 2 പ്രാവശ്യം നമ്മൾ എന്റർ ചെയ്യുക. എന്റർ എന്റർ. അപ്പോൾ അവിടെ അത് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കൃത്യമായി ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒറ്റ ഒബ്ജക്റ്റ് ആക്കാനായിട്ട് യൂണിയൻ ചെയ്യുക. അപ്പൊ യൂണിയൻ കമാൻഡ് എടുക്കുക. ഫുൾ സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് എൻറ്റർ ചെയ്യുക. ഇപ്പൊ ഒറ്റ ഒബ്ജക്റ്റ് ആയി. ഇനി ഇതിന്റെ എറേസ് ചെയ്തതിന്റെ 2D ലൈൻസ് എല്ലാം കളയാം. അപ്പൊ ഈ എന്റർ എറേസ് കമാൻഡ് ഫുൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അപ്പൊ എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കളർ ചെയ്യുക. അപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ കളർ എന്നുള്ള ബൈ ലെയർ എന്നുള്ളത് അതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കളർ എടുക്കാം. കളർ എടുത്തു കഴിഞ്ഞിട്ട് എൻറ്റർ ചെയ്യാം. എന്നിട്ട് എസ്കേപ്പ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ആ ഓബ്ജക്റ്റ് കൃത്യമായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞു. കളർ ചെയ്ത് സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ഇത് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.